ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സർപ്രൈസ് ആണോ എന്ന് ചോദിച്ചാൽ എന്താ വാങ്ങിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ലക്ഷറി ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അത് വാങ്ങണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ വന്നിട്ട് അവസാനം അത് സാധിക്കാൻ പറ്റി. അപ്പൊ എനിക്കൊരു ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷറി പ്രൊഡക്റ്റ് ഞാൻ ഇതിന് മുന്നേ ഇൻസ്റ്റയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു നല്ല കൂടിയ ബഡ്ജറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടില്ല. കൂടുതലും ഗിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇച്ചാന് ഗിഫ്റ്റ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും റേറ്റ് കൂടുതലുള്ള ഐറ്റംസ് ഇച്ചാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാവാറില്ല. എനിക്ക് വേണ്ടി എനിക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം തുടങ്ങി അങ്ങനെ വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പൊ എനിക്കിത് ഭയങ്കര സന്തോഷമുള്ള ഒരു സംഭവമാണ്. കാരണം എന്റെ പുളകിതയായിട്ടിരിക്കുകയാണ്. കാരണം എന്റെ മാത്രം ഏർണിങ്സിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരു പങ്കുമില്ല. ഇല്ല, അത് വേറെ അത് ബർത്ത്ഡേക്ക് അത് വേറെ, അതെന്തായാലും ഉള്ളു. ആനിവേഴ്സറി വേറെ. ഇത് ഇച്ചായന്റെ പൈസ 1 രൂപ എടുക്കാണ്ട് ഞാൻ എന്റെ സ്വന്തം പൈസക്ക് വാങ്ങിക്കുന്ന ഒരു. അപ്പൊ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം പോകുന്നത് ദുബായ് മോളിലേക്കാണ്. നമ്മൾ ദുബായ് മോളിൽ നമ്മളപ്പോ മോൾ ഓഫ് എമിറേറ്റ്സിൽ പോകും. ഞാൻ 1-2 സംഭവങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അത് മോൾ ഓഫ് എമിറേറ്റ്സിലാണ് ഉള്ളത്. അത് ദുബായ് മോളിൽ അവൈലബിൾ ആണ്. ഇല്ലാതെ വരത്തില്ല, ഉറപ്പാ. അപ്പൊ ഓക്കെ, നമുക്ക് പോവാം. ഉള്ളത് മേടിച്ചിട്ട് വരാൻ പറ്റില്ല. ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ച സാധനം തന്നെ മേടിക്കണം. ഓക്കെ. ഇവിടെ എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ഞാനിതിൽ ഏതിന്നായിരിക്കും വാങ്ങിക്കുന്നത്? ഷെനയിലാണോ, ലൂയി വിറ്റോൺ ആണോ, ഏതായിരിക്കും? ഫെൻറ്റി ആണോ? ബാഗല്ല കേട്ടോ, ബാഗല്ല ഞാൻ വാങ്ങിക്കുന്നത്. നമ്മൾ പോകുന്നത് ഡിയോറിലേക്കാണ്. ഞാൻ ബാഗല്ല വാങ്ങുന്നത്. വാങ്ങിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ കൊറേ നാളത്തെ ഒരു ആഗ്രഹമാണ് അല്ലേ? അതെ, ഇനി ആഗ്രഹങ്ങളുണ്ട്. എന്റെ ഫസ്റ്റിലത്തെ എന്റെ ഒരു ആഗ്രഹം ഞാൻ ഇന്ന് സാധിക്കാൻ പോവാണ്. ഓക്കെ. എൻ്റെ മനസ്സിൽ 1-2 കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ഇരുന്ന് കാണുന്നത് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 കളേഴ്സ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഈ ഒരു ലൈറ്റ് ഗ്രേ. അത് ഇവർക്ക് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു കളറാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ വെയർ ചെയ്ത് നോക്കുമ്പോഴാണല്ലോ നമ്മുടെ കാലിന് കൂടുതൽ മാച്ച് ആവണത് ഏതാണെന്ന് അറിയുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ഓരോന്നിട്ടപ്പോൾ എനിക്ക് കൂടുതൽ വേറെ ഓരോന്നിനോടാണ് പിന്നെയും ഇഷ്ടം തോന്നിയത്. പിന്നെ അവരോട് ചോദിച്ചപ്പോൾ ദുബായ് മോളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത്. മോൾ ഓഫ് എമിറേറ്റ്സിൽ ഉണ്ട്, പക്ഷേ ഇവർക്കുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഇവിടെ തന്നെയാണെന്ന്. അപ്പോൾ ഞാനോടത്ത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അതിൽ നല്ലതാ ബ്ലാക്ക് തന്നെ. സന്തോഷമായ പോയി എടുത്തിട്ട് വരും. ഇനി എടുത്തിട്ട് വരും. അവിടുന്ന് ക്ലിയർ ആവുമെന്നറിയില്ല. അപ്പം ഞാൻ ഏത് കളറാണ് ചൂസ് ചെയ്തതെന്നുള്ളത് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും ഏതാണ് ഞാൻ ലാസ്റ്റ് ചൂസ് ചെയ്തതെന്ന്. ഇപ്പോൾ നമുക്ക് ഇച്ചാന് ഇന്ന് ഡിയോർ ഞാൻ വാങ്ങിച്ചതിൻ്റെ ചിലവാണ്. നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് ആണ് എൻ്റെ വക ഇച്ചാന് ചിലവ്. അപ്പോൾ നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ പോവാണ്. സന്തോഷം. അപ്പോൾ കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള ചിലവാണോ പ്രതീക്ഷിച്ചത്? ഇല്ല, എനിക്ക് ഇത്ര മതി. ഓക്കെ, നമുക്ക് പോവാം. Thank you. Yeah, you can.
താങ്ക് യു. ഓക്കെ. നമ്മൾ പറഞ്ഞത് ഇച്ചാനുള്ള ചിലവെന്നാണ്, പക്ഷെ ഞാനാണിത് കഴിച്ച് ആസ്വദിക്കുന്നത്. എനിക്ക് ക്രീം ഇടുന്നതിന് മുമ്പ് ആ ചോക്ലേറ്റ് മൊത്തത്തിലൊന്ന് ടേസ്റ്റ് ചെയ്യണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഹോട്ട് ചോക്ലേറ്റ് അല്ലേ? അതെ. ഇത് എവിടെ നിന്നാണ്? ശരി, ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. ഞങ്ങൾ പിന്നെ ഫുഡീസ് ആയതുകൊണ്ട് നമ്മളത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഇവർ ഫ്രഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അവരുടെ ഒരേ ഒരു ഔട്ട്ലെറ്റ് എനിക്ക് തോന്നുന്നു ദുബായിലെ ഇതേ ദുബായ് മോളിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. അറിയില്ല. ഇവർ ഭയങ്കര ഫേമസ് ആണ്. അല്ല, അറിയില്ല എന്നുള്ളത് അങ്ങനെയാണ്. അതല്ല ഫേമസിന്റെ അല്ല, ഞാൻ പറഞ്ഞ ഇവിടെ മാത്രമാണോ അറിയില്ല. എനിക്ക് തോന്നുന്ന അതിനകത്ത് അങ്ങനെയോ പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ. അവർക്ക് ഇവിടെയാണ് ആഞ്ചലീന പാരീസ്. അതെ, പാരീസ് ഞാൻ പറഞ്ഞു. അതില് നന്നായിട്ട് ഇഷ്ടപ്പെടും. പകുതി ക്രീം ഞാൻ എടുത്തു. ഇതിലിട്ട് ഇങ്ങനെ ചൂടോടെ കുറച്ച് സമയം എടുക്കും. വീണില്ല. ഓക്കെ. എങ്ങനെയുണ്ട് എൻ്റെ ചെലവ്? എങ്ങനെയുണ്ട്? ഇനി ഞാൻ ക്രീം വെച്ചിട്ടൊന്ന് കഴിച്ച് എന്തെങ്കിലും ശരിക്കും ഇളക്കട്ടെ. നല്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ട്രീറ്റ്, രണ്ടാമത്തെ ട്രീറ്റ് ഇച്ചാന് വേണ്ടിയുള്ളത്. എന്തായാലേ, ഒരാളൊരു സാധനം വാങ്ങിക്കുന്നു, അതിൻ്റെ ട്രീറ്റ് ഇരുന്ന് ഇച്ചാൻ കഴിക്കുന്നു. ഞാൻ മേടിക്കുന്നു, നിങ്ങൾക്ക് ട്രീറ്റ്. ഓക്കെ. സംഭവം ലുക്ക് ഉണ്ട് കേട്ടോ, നല്ല. എവിടെ പോയാലും നമുക്ക് എന്തായാലും ഫ്രഞ്ച് ടോസ്റ്റ് മസ്റ്റാണ്. അവിടത്തെക്കാട്ടിലും അത് കുറച്ചുകൂടി സോഫ്റ്റാണ്. ഇത് ഇച്ചിരി ക്രിസ്പി ടൈപ്പാണ്. ഓരോന്നും ഓരോ ടൈപ്പ്. നമ്മൾ സേവയോ എവിടെ ഒരിടത്ത് കഴിച്ചപ്പോൾ ജുമേറയിൽ അത് ഇത്തിരി ക്രിസ്പി ആയിരുന്നു, ഇതുപോലെ തന്നെ. ജോ അല്ല, ജോയ്ക്ക് മുമ്പ് കഴിച്ചത്. ഓക്കെ, അപ്പോൾ കഴിച്ചോളൂ. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോവാണ്. റൂത്ത് ബേബി, അൺബോക്സ് ചെയ്യാം. എന്താ വാങ്ങിച്ചെന്ന് കാണാം. ഓക്കെ, അപ്പോൾ റൂത്ത് ബേബി റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കപ്പോൾ തുറക്കാം. ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ അയ്യോ പെട്ടെന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. നല്ല പാക്കേജാണ്, നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഭയങ്കര സെറ്റപ്പാ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കവറിൻ്റെ കാര്യത്തിൽ നിന്നും തുടങ്ങാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ചെറിയ ഈവൻ നമ്മൾ പെർഫ്യൂം ഒക്കെ വാങ്ങിക്കുമ്പോഴാണല്ലോ ഡിയോറിൻ്റെ ഒരു കവർ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല പാക്കേജിങ് ആണ്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ഒരു ഗോൾഡൻ, ഇത് ഇത്തിരി വെയിറ്റ് ഉണ്ട്, മെറ്റലാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ബില്ലും അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണെന്ന് തോന്നുന്നു ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ പാക്കേജ് വന്നിരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ അവർ പേപ്പർ കൊണ്ട് തന്നെ ഇങ്ങനെ ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യട്ടെ? റുത്ത് ബേബി ഓപ്പൺ ചെയ്യട്ടെ? ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അയ്യോ കഴിഞ്ഞ് ഇനിയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു അതിന് ശേഷം ഓരോ പേറും നമുക്ക് വെക്കാം. പൊടിയൊക്കെ പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഈ 2 എണ്ണം തന്നിരിക്കുന്നത്. പിന്നെ ഇതെന്താ നോക്കട്ടെ. 1-2 ഗൈഡ് ലൈൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഞാനത് തുറക്കുമ്പോൾ തന്നെ ആകും എന്നാണ് വിചാരിച്ചത്. ഇത് കുറേ കവറുണ്ട് കേട്ടോ. ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാ വശത്തേക്കും ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുമ്പം ഇരിക്കുന്നത്. ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതായിരുന്നു എനിക്ക് ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രിൻ്റ് നോക്കിയിട്ടായിരുന്നു വാങ്ങിയത്. അവിടെ സിമിലർ ആയിരുന്നു, ബാക്കിയെല്ലാം സിമിലർ ആണ്, പക്ഷേ ഈ പ്രിന്റിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ ഈ ഒരു ഐഫിൽ ടവറിൻ്റെ ഈ ഒരു പ്രിന്റ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ആണ് ഇതെടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഒറ്റയടിക്ക് പോയിട്ട് വാങ്ങിക്കുകയല്ല ചെയ്തത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ കുറേ നാളുകളായിട്ട് ഏത് വേണം, ഏത് കളർ വേണം, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, എപ്പോഴും യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോസ് കാണലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ഞാൻ അറിയാം എല്ലാ ദിവസവും ഫുൾ ടൈം ഞാൻ ഇത് കാണലായിരുന്നു പരിപാടി. അപ്പോൾ എങ്ങനെ പർച്ചേസ് ചെയ്യണം, എവിടുന്ന് വേണം, ഏത് വേണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടെണ്ണമായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ആ ഒരു ഗ്രേ ഉണ്ടായിരുന്നു. പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കുറച്ചും കൂടെ ചേരുന്നത് ബ്ലാക്ക് ആണെന്ന് തോന്നി. എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും പോകാൻ ബ്ലാക്ക് ആയിരിക്കും നല്ലത്. ഗോൾഡൻ ഉണ്ട്, പക്ഷെ അതെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നമ്മളിപ്പോൾ ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് കാഷ്വൽ വെയറിൻ്റെ കൂട്ടത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് നല്ല കംഫർട്ടബിൾ ആണെന്നാണ്. ഞാൻ വേറെ ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ലോങ് ടേമിലേക്ക് വേറെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയുള്ളൂ. ഞാൻ നിങ്ങളെ ഒന്ന് കാലിൽ ഞാൻ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ ഇതെങ്ങനെയാന്ന്. ഓക്കേ, അപ്പോൾ ഇങ്ങനെയാണ് വേറെ ചെയ്തിട്ട് സംഭവം നല്ല രസമുണ്ട്, സുഖമുണ്ട്. ഞാൻ കൂടുതലും സാൻഡൽസ് ഞാൻ അധികം ഹീൽസ് ഇല്ലാത്ത ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് ആപ്റ്റാണ്. പിന്നെ ഞാൻ ഈ അവൾ തട്ടിയിട്ടത്. അപ്പോൾ ഞാൻ സാധാരണ ഷൂസ് അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ്. ഞാൻ എപ്പോഴും ഈ ഒരു ടൈപ്പിലുള്ള സാൻഡൽസ് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് ഇതാ ഇങ്ങനെയാണ്. ഇതാകുമ്പോൾ ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിലാണെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഋതു ബേബിക്ക് ഇഷ്ടപ്പെട്ട മമ്മയുടെ ഇത് ഇഷ്ടപ്പെട്ട ഇതെങ്ങനെയുണ്ട്? ഇത് കള്ളം അപ്പൊ കടിച്ചിപ്പ തരും. അയ്യോ അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഈ ഒരു സാൻഡൽസിൽ ഒരു പേരുണ്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സാൻഡൽസ് എന്നല്ല, ഇതിന് ക്രിസ്ത്യൻ ഡിയോർ ഡ്വേ സാൻഡൽസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. DWAY അങ്ങനെയാണ്. പിന്നെ ഹീൽസ് ഉള്ളതുണ്ട്, ഫ്ലാറ്റ് ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് UAE ദിർഹംസിലാണെന്നുണ്ടെങ്കിൽ 3100 AED ആണ് ഇതിന്റെ പ്രൈസ്. ഇന്ത്യൻ കറൻസിയിലാണെങ്കിൽ ഇപ്പോഴത്തെ ഇത് വെച്ച് ഏകദേശം ഒരു 70,000 ആണ് ഈ ഒരു ഡ്വേ സ്ലൈഡ്സിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. ബേബി ബൈ. ഒരു ബൈ പറഞ്ഞേ. ഒരു ബൈ പറഞ്ഞേ എല്ലാവരും.